ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബേക്കറി സ്റ്റൈലിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഓവനോ ബീറ്ററോ മിക്സിയോ ഒന്നും ഉപയോഗിക്കാതെ, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനൊന്നും വെക്കാതെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലം കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ സ്പൈസസ് ഒക്കെ നമ്മൾ ചേർക്കുമ്പോഴാണ് പ്ലം കേക്കിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ചെറിയൊരു കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, അതായത് ഒരു ചെറിയ ജാതിക്കയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം എടുക്കാം. പിന്നെ ഒരു 10 ഗ്രാമ്പൂ നല്ല ഫ്ലേവർ ഉള്ളതാണെങ്കിൽ 10 എണ്ണം എടുക്കണം എന്നില്ല, ഒരു 7 എണ്ണമൊക്കെ എടുത്താലും മതിയാവും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി. ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയൊരളവിലായതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മളത് കല്ലിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചുക്ക് പൊടിയും കൂടി ചേർക്കുമ്പോൾ കേക്കിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. മൊത്തത്തിൽ നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജാതിക്ക, ഒരു 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, അങ്ങനെ എല്ലാം ചേർത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ വരെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പോളം വരും. നമുക്ക് ഇഷ്ടമുള്ള ഏത് തരം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, ഒരു 6 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി, ഒരു 2-3 ടേബിൾ സ്പൂൺ ഗോൾഡൻ കളറിലുള്ള മുന്തിരി, പിന്നെ 1/4 കപ്പ് ചെറി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ചേർക്കണില്ല, പിന്നീട് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റമ്മിലോ വൈനിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിലോ ഒക്കെ കുറേ ദിവസം മുൻപ് തന്നെ സോക്ക് ചെയ്യാനായിട്ട് വെക്കും. ഇവിടെ ഇപ്പോൾ നമ്മളിത് സോക്ക് ചെയ്യാനൊന്നും വെക്കണില്ല, പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു വലിയ ഓറഞ്ച്, അതിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ്. ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ജ്യൂസോ അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസോ എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓറഞ്ചിൻ്റെ തൊലി. ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ചിൻ്റെ പുറമേയുള്ള ഭാഗം ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ എടുത്താലും മതി. കട്ട് ചെയ്യുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ ഉള്ളിലെ ആ വെള്ള ഭാഗം പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് പെട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഈ ഓറഞ്ച് സെസ്റ്റ് നമ്മളിതിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോഴാണ് പ്ലം കേക്കിന് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് ആ ഓറഞ്ച് ജ്യൂസ് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയി കിട്ടണം. ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല. ഈ ഒരു രീതിയിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ആ നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസസിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ഫ്രൂട്ട് ജാം, പിന്നെ 1 ടീസ്പൂൺ തേൻ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ജാമും തേനും ഓപ്ഷണലാട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മളിത് ചേർക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ടേസ്റ്റ് കേക്കിന് എന്തായാലും ഉണ്ടാവും. പിന്നെ പൈനാപ്പിൾ ജാം കയ്യിലില്ലെങ്കിൽ അതിന് പകരം മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിത് കേക്ക് ബാറ്ററിൽ ചേർക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ ഇങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മളിത് ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം, കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതായത് 1/4 കപ്പ് പഞ്ചസാര. എന്നിട്ടത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക.
ഈ സമയത്ത് നമ്മളിത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. കുറച്ച് സമയം കഴിയുമ്പോൾ ആ സൈഡിലുള്ള പഞ്ചസാരയൊക്കെ ഇതുപോലെ മെൽട്ടായിട്ട് കളർ മാറാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്പാറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് കയ്പ്പരസം ഉണ്ടാവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലൊരു കളറാവുന്നവരെ ചൂടാക്കിയെടുക്കുക. ഇത് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടണം. അങ്ങനെയാകുമ്പോഴാണ് കേക്കിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും ആ പഞ്ചസാര നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമോ സാധാരണ വെള്ളമോ ഏതായാലും ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് മുഖത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച സമയത്ത് പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, നമ്മളിത് കുറച്ച് സമയം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം കുറുക്കിയെടുക്കൊന്നും വേണ്ട. ആ കട്ടിയായിട്ടുള്ളതൊക്കെ ഒന്ന് മെൽട്ടാവുന്നവരെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കേക്കിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിനി കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ml മെഷറിംഗ് കപ്പിൻ്റെ അളവിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡ ചേർക്കണില്ല. പിന്നെ കേക്കിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ സ്പൈസസിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന്ന് ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പൗഡർ മുഴുവനായിട്ടും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ആ ബേക്കിംഗ് പൗഡറും ഉപ്പും അതുപോലെ സ്പൈസസും എല്ലാം മൈദയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം. ആ രീതിയിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടർ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുൻപായിട്ട് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. വിസ്കിന് പകരം ബീറ്ററുള്ളവർക്ക് ബീറ്റർ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഫോർക്കോ മരത്തിൻ്റെ കയ്യിലോ എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഈ ബട്ടർ നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടറും പഞ്ചസാരയും നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നോ കേക്ക് അത്രയും നന്നായിട്ട് വരും. ഇതങ്ങനെ ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, പതുക്കെ ചെയ്താലും മതി. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബട്ടറും പഞ്ചസാരയും കൂടി ചേർന്നിട്ട് നല്ലൊരു ക്രീം പരുവത്തിലായി വരണം. അതുവരെ നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമ്മൾ ഈ സൈഡിലുള്ളതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവണം. അപ്പോഴാണിത് ഇതുപോലെ നല്ലൊരു ക്രീം പരുവത്തിലായി കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. മുട്ട ചേർക്കുമ്പോൾ മുട്ടയും ആ ബട്ടറും കൂടി ചേർന്നിട്ട് ചെറുതായിട്ടൊന്ന് പിരിയുന്നത് പോലെ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ബട്ടറും മുട്ടയും ആ പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ ഒരുപാട് പ്രഷർ കൊടുക്കാതെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ മൈദ മുഴുവനും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അത് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടിയിട്ട് 1.5 കപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പ്ലം കേക്കിന് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അടിഭാഗത്തും സൈഡിലും ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഇനി നമുക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ മേൽഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിം തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 1.25 മണിക്കൂറാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചത്. ചിലപ്പോൾ ഈ ബേക്കിംഗ് ടൈമിന് അങ്ങോട്ടോ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. അത് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവനിൽ ചെയ്യുകയാണെങ്കിലും നമ്മളിത് കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കൂടുതൽ സമയം ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് കേക്ക് ബേക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ നടുഭാഗത്ത് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായി എന്നർത്ഥം. അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വെക്കാം. നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്കത് പാത്രത്തിൽ നിന്ന് എടുക്കാം. കേക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ കട്ട് ചെയ്യാണ് കൂടുതൽ നല്ലത്. പ്ലം കേക്ക് നമ്മൾ 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ഇരിക്കുന്നിടത്തോളം പ്ലം കേക്കിന് ടേസ്റ്റ് കൂടും. പിന്നെ നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു കേക്ക് 750 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അതായത് 3/4 കിലോ വരുന്ന ഒരു കേക്കാണിത്. കണ്ടില്ലേ അതിൻ്റെ ഉൾഭാഗം? ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ ആ പൊടിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ഒരു പ്ലം കേക്കാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം ഈ കേക്ക് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്